എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ഇറാൻ വൻ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങുകയാണ്. ഇറാൻ്റെ ഏതാണ്ട് 100-ലധികം പ്രദേശങ്ങളിലേക്ക് പ്രക്ഷോഭം അതിശക്തമായി വ്യാപിച്ചു. 32 പ്രവിശ്യകളിലും ശക്തമായ പ്രക്ഷോഭം നടക്കുകയാണ്. ഒറ്റ മുദ്രാവാക്യമുള്ളൂ: ഇറാൻ്റെ പരമോന്നത നേതാവായ അലി ഖൊമേനിയെ വധിക്കുക, അല്ലെങ്കിൽ അദ്ദേഹത്തെ നാട് കടത്തുക, ഈ ഭരണം അവസാനിപ്പിക്കുക, ഈ ഭരണത്തെ പിരിച്ചുവിട്ട് ഒരു ജനാധിപത്യ ഭരണം കൊണ്ടുവരിക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട മുദ്രാവാക്യം. ഇറാനിൽ നിന്ന് വരുന്ന വാർത്തകളെ റിപ്പോർട്ട് ചെയ്തുകൊണ്ട് ചില ചാനലുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്: അലി ഖൊമേനിയുടെ ഖബറടക്കത്തിന് വേണ്ടി ജനം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഏത് നിമിഷവും അദ്ദേഹം കൊല്ലപ്പെടും, അദ്ദേഹത്തിൻ്റെ ഖബറടക്കം ഉടൻ തന്നെ ഉണ്ടാകും എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ഇറാനിലെ പ്രക്ഷോഭത്തെ മുതലെടുത്തുകൊണ്ട് അമേരിക്ക ഇറാനെ ആക്രമിക്കാൻ തയ്യാറാകുന്നു എന്നും അമേരിക്കയുടെ യുദ്ധവിമാന കപ്പലുകൾ അതുപോലെ സൈന്യവും ഇറാൻ്റെ തീരത്തേക്ക് എത്തുന്നു എന്നുള്ളതും വലിയൊരു റിപ്പോർട്ട് പറയുകയാണ്. അതോടൊപ്പം തന്നെ ഇസ്രായേലും ഈ ഇറാനെ ആക്രമിക്കുവാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നു. എന്നാൽ ചില ദിവസങ്ങൾക്ക് മുമ്പ് ഇസ്രായേൽ ഇറാനെ ആക്രമിക്കുകയില്ല എന്നുള്ളൊരു വാർത്തയാണ് പുറത്തു വന്നത്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് വരുന്ന വാർത്ത, അമേരിക്കയും ഇസ്രായേലും ചേർന്ന് നിന്ന് ഇറാനെ ആക്രമിക്കാനും ആയത്തുള്ള ഖൊമേനിയെ, അതായത് ഈ അലി ഖൊമേനിയെ വധിക്കാനുള്ള ഒരു പദ്ധതികളാണ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് ഈ രാജ്യത്തിൻ്റെ പ്രശ്നം? ഈ രാജ്യം എന്ന് പറയുന്നത് ഒരു ഇസ്ലാമിക് കൺട്രിയാണ്, ഒരു ഇസ്ലാമിക് രാജ്യമാണ്. അതുകൊണ്ട് തന്നെ ആ രാജ്യത്ത് സ്വാതന്ത്ര്യം എന്നൊന്നില്ല. അതായത് ഇസ്ലാമിക് മതനിയമം അനുസരിച്ച് ശരീഅത്ത് നിയമം ഉള്ള ഈ സ്ഥലത്ത് സ്ത്രീകൾക്ക് യാതൊരു വിധമായ സ്വാതന്ത്ര്യവുമില്ല. സ്ത്രീകളെ വെറും അടിമകളാക്കി ഭോഗവസ്തുക്കളാക്കി മാത്രം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ രാജ്യത്തിൻ്റെ ഒരു പോക്ക്. ചില നാളുകൾക്ക് മുമ്പ് ഹിജാബ് വിവാദവുമായി ബന്ധപ്പെട്ട് വലിയൊരു പ്രക്ഷോഭം അവിടെ നടക്കുകയുണ്ടായി. ആ പ്രക്ഷോഭത്തിൽ ഏതാണ്ട് 500-ലധികം ആളുകളെയാണ് ഈ ഭരണാധികാരികൾ, അതായത് ഖൊമേനിയുടെ പട്ടാളം കൊന്നുകളഞ്ഞത്. അങ്ങനെ വലിയ ഒരു പ്രക്ഷോഭത്തെ അടിച്ചമർത്തിയ ഈ ഇറാൻ്റെ പരമോന്നത നേതാവ് ഇപ്പോൾ ജനങ്ങളുടെ മുമ്പിൽ പരാജയപ്പെടുകയാണ്. ഇദ്ദേഹത്തെ കൊല്ലണം, അല്ലെങ്കിൽ ഇദ്ദേഹത്തെ രാജ്യത്ത് നിന്ന് തല്ലി ഓടിക്കണം. അതിന് ഈ ജനം തെരുവിലിറങ്ങി പ്രക്ഷോഭം നടത്തുകയാണ്. പല സ്ഥലങ്ങളിലും തീവെച്ചു, പല സ്ഥാപനങ്ങളും തീവെച്ച് നശിപ്പിച്ചു, പല സ്ഥലങ്ങളിലും പോലീസും പ്രക്ഷോഭകാരികളും തമ്മിൽ ഏറ്റുമുട്ടി. ഏതാണ്ട് 45-ലധികം ആളുകൾ കൊല്ലപ്പെട്ടു. പല സ്ഥലങ്ങളിലും പോലീസ് പരാജയപ്പെടുന്നു. പട്ടാളത്തെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ ഒരു മുസ്ലിം രാജ്യത്തിൻ്റെ, അതായത് മുസ്ലിം ആധിപത്യം മാത്രം ഉൾക്കൊണ്ടുകൊണ്ട് മനുഷ്യൻ്റെ അവകാശങ്ങൾക്കോ പ്രത്യേകിച്ച് സ്ത്രീകളുടെ അവകാശങ്ങൾക്കോ ഒരു പുല്ല് വില പോലും കൽപ്പിക്കാത്ത ഒരു ഇസ്ലാമിക് രാജ്യത്തിൻ്റെ പതനമാണ് ഈ കാണുന്നത്. ഇതുപോലെയാണ് ഓരോ മുസ്ലിം രാജ്യത്തിൻ്റെയും അവസ്ഥ. അതായത് ബംഗ്ലാദേശ് എടുത്തു നോക്കിയാൽ നമുക്കത് അറിയാം, പാകിസ്ഥാൻ എടുത്തു നോക്കിയാൽ നമുക്കറിയാം. ഇതുപോലെയുള്ള ഓരോ രാജ്യങ്ങളും എടുത്തു നോക്കിയാൽ മുസ്ലിം മെജോറിറ്റിയുള്ള രാജ്യങ്ങളുടെ അവസ്ഥ ഇതാണ്. കാരണം അവരുടെ മതചിന്തകളാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. ജനങ്ങളെ അടിച്ചമർത്തി വയ്ക്കുക, എന്നിട്ട് അവരെ ചൂഷണം ചെയ്യുക എന്നുള്ള ഒരൊറ്റ സമീപനം കൊണ്ടാണ് ഇത്രയും വലിയ പ്രക്ഷോഭം ഇവിടെ പൊട്ടിപ്പുറപ്പെടുന്നത്. അപ്പോൾ സ്ത്രീകളെ വെറും ഭോഗവസ്തുക്കളായി മാത്രം കാണുന്ന ഒരു സമൂഹം, അതായത് അതിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ അവരുടെ ആശയങ്ങൾ എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ പുരുഷൻ്റെ കൃഷിയിടമാണ്, അല്ലാതെ സ്ത്രീകൾക്ക് പ്രത്യേകമായി യാതൊരു അവകാശമോ അധികാരമോ സമൂഹത്തിലൊരു പ്രതിബദ്ധതയും ഇല്ല. അതായത് സ്ത്രീകളുടെ തല മുതൽ പാദം വരെ
കണ്ണുപോലും പുറത്ത് കാണാത്ത രീതിയിൽ കണ്ണിൻ്റെ ഭാഗത്ത് മാത്രം ഒരു വല, ഒരു നെറ്റ് വലയിട്ട് സ്ത്രീകളെ വെറും അടിമകളായി, അതായത് പഴയ കാലത്ത് അടിമ വ്യവസ്ഥത ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നൊക്കെ ആളുകളെ ഈ അമേരിക്കൻ രാജ്യങ്ങളിലും അതുപോലെ ഇംഗ്ലണ്ടിലൊക്കെ അടിമകളായി കൊണ്ടുപോകുമായിരുന്നു. അവരുടെ കയ്യിലും കാലിലും ചങ്ങലയിടുമായിരുന്നു. യാതൊരു വിലയില്ല. അങ്ങനത്തെ ഒരു അവസ്ഥാവിശേഷമാണ് ഇറാനിൽ സംഭവിക്കുന്നത്. അപ്പോൾ സ്ത്രീകൾക്ക് യാതൊരു സ്വാതന്ത്ര്യമില്ല. അതുമാത്രമല്ല, ലിപ്സ്റ്റിക്ക് തേക്കുന്ന, പെർഫ്യൂം ഉപയോഗിക്കുന്ന, സ്പ്രേ അടിക്കുന്ന സ്ത്രീകളെ വേശ്യകളാണ് എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു വിഭാഗം. ഒരു സ്ത്രീ പെർഫ്യൂം ഉപയോഗിച്ചാൽ അവൾ വേശ്യയാണെന്നാണ് അവർ പഠിപ്പിക്കുന്നത്. ഈ അടുത്തിടയ്ക്ക് ഒരു ഉസ്താദ് അതുമായി ബന്ധപ്പെട്ട പ്രസംഗം നടത്തി. ലിപ്സ്റ്റിക്ക് ഉപയോഗിക്കുന്ന, സ്പ്രേ അടിക്കുന്ന സ്ത്രീകൾ വേശ്യകളാണ്. അപ്പോൾ പെണ്ണ് പുരുഷൻ്റെ കൃഷിയിടമാണ് എന്നും ലിപ്സ്റ്റിക്ക് ഉപയോഗിക്കുന്നവരും പെർഫ്യൂം ഉപയോഗിക്കുന്നവരും വേശ്യകളാണ് എന്നും പെണ്ണ് രാജ്യം ഭരിച്ചാൽ ആ രാജ്യം മുടിയുമെന്നും ആൺമക്കൾ ഇല്ല എങ്കിൽ പിതാവിൻ്റെ സ്വത്ത് പകുതി സഹോദരന് കൊടുക്കണമെന്നും കുടുംബ സ്വത്ത് ഭാഗം ചെയ്യുമ്പോൾ സ്ത്രീകൾക്ക് പകുതിയേ ലഭിക്കാമുള്ളൂ എന്നും ഒക്കെ പറഞ്ഞ് സ്ത്രീകളെ ചൂഷണം ചെയ്ത് മാത്രം മുമ്പോട്ട് പോകുന്ന ഒരു വിഭാഗം. ആ വിഭാഗം ജനങ്ങളെ അടിച്ചമർത്താൻ ശ്രമിക്കും തോറും ജനങ്ങൾ വീണ്ടും പ്രക്ഷോഭകാരികളായി മാറുകയാണ്. അപ്പോൾ ഈ ഇറാൻ്റെ അവസ്ഥ ഇതാണ്. ഇറാൻ സമ്പൂർണ്ണമായി തകർന്ന് തരിപ്പണമായി. ഇറാൻ തകരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇറാനിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ടാണ്. ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഏതാണ്ട് 30 വർഷത്തേക്ക് ഇറാൻ തൻ്റെ പൂർവ്വസ്ഥിതിയിലേക്ക് എത്തുകയില്ല എന്നുള്ളൊരു സാഹചര്യം വന്നു. അങ്ങനെയാണ് ഇസ്രായേലിൻ്റെ ആക്രമണം ഇവിടെ ഉണ്ടായത്. അതോടുകൂടി അമേരിക്കയുടെ ആക്രമണങ്ങളുടെ B-2 ബോംബർ വിമാനങ്ങളുടെ ആക്രമണത്തോടുകൂടി ഇറാൻ സമ്പൂർണ്ണമായി പരാജയപ്പെട്ടു. ശരിക്കും വെള്ളത്തിൻ്റെ പുറത്ത് പൊങ്ങിക്കിടക്കുന്ന ഒരു പൊങ്ങുതടി പോലെ, ഒന്നിനും കൊള്ളുകയില്ലാത്ത, എഴുന്നേറ്റ് നിൽക്കാൻ ജീവനില്ലാത്ത, നട്ടെല്ലില്ലാത്ത, എന്ന് പറഞ്ഞാൽ കാലുകൾ ഉറച്ചു നിൽക്കാൻ കഴിവില്ലാത്ത ഒരു രാജ്യമായി ഇറാൻ മാറി എന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ സമ്പൂർണ്ണമായി പരാജയപ്പെട്ടു. എന്നാൽ ചില വാചവടിക്കാരുണ്ട്, യൂട്യൂബിലും ഒക്കെ ഇരുന്ന് വാചവടിക്കുന്ന ചില ആളുകളുണ്ട്, വലിയ ബീമ്പ് പഠിക്കുന്ന ഒരുത്തൻ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇറാൻ ഇപ്പോൾ ഇസ്രായേലിൽ ബോംബിടും, ഇവിടുന്ന് തുരങ്കം അങ്ങോട്ടുണ്ടാക്കിയിട്ടുണ്ട്, ഇറാനിൽ നിന്ന് തുരങ്കം അമേരിക്ക വരെ കൊണ്ടുപോയിട്ടുണ്ട്, ഇപ്പോൾ ഇതിൻ്റെ കീഴേക്കൂടെ ബോംബിടും എന്നൊക്കെ പറഞ്ഞ് വീരവാദം അടിക്കുന്ന ഈ നാണം കെട്ടവന്മാർ ഇളിഭ്യരായിരിക്കുകയാണ്. ഒന്നും പറയാനില്ല. വേണ്ടേ, ഇപ്പോൾ ഇറാൻ പൊട്ടിക്കും. ഇറാൻ്റെ കയ്യിൽ ഒന്നുമില്ല, ഒരു ഓലപ്പടക്കം പോലും ഇല്ലാത്ത അവസ്ഥയാണ്. തകർന്ന് തരിപ്പണമായി വലിയ വീരവാദമാണ്. ഇപ്പോൾ പൊട്ടിക്കും. സുഹൃത്തെ, ഇവരുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഇതിന് മുമ്പേ ഇവർ പൊട്ടിക്കുമായിരുന്നു. കാരണം ലോകത്തിൽ ഒരു മനുഷ്യനും സമാധാനമായി ജീവിക്കരുത് എന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗമാണിവർ. മറ്റുള്ളവനെ എങ്ങനെ ഉപദ്രവിക്കാം, മറ്റുള്ള രാജ്യം എങ്ങനെ നശിപ്പിക്കാം, മറ്റുള്ളവൻ്റെ കുടുംബം എങ്ങനെ കുളം തോണ്ടാം, മറ്റുള്ളവൻ്റെ ബിസിനസ് എങ്ങനെ മുടിക്കാം, മറ്റുള്ളവൻ്റെ കുടുംബ സമാധാനം എങ്ങനെ നശിപ്പിക്കാം, മറ്റുള്ളവൻ്റെ ആരാധന എങ്ങനെ അലങ്കോലമാക്കാം, മറ്റുള്ളവൻ്റെ പ്രാർത്ഥനകൾ എങ്ങനെ നശിപ്പിക്കാം, മറ്റുള്ളവനെ എങ്ങനെ ഉപദ്രവിക്കാമെന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹം. അവർ പറയുകയാണ് ഞങ്ങളുടെ ഈ ബോംബുണ്ട്, ഞങ്ങളുടെ ഈ മിസൈലുണ്ട്. ഒരു മണ്ണാങ്കട്ട ഇവരുടെ കയ്യിലില്ല, ഒന്നുമില്ല. വെറും ഒരു കഴിവുമില്ലാത്ത ഊതി വീർപ്പിച്ച ഒരു ബലൂൺ പോലെ നിൽക്കുന്ന ഒരു ഇറാൻ തകർന്ന് തരിപ്പണമായി. ഈ അലി ഖുമൈനിയുടെ തട്ടുന്നതോടുകൂടി ഏതാണ്ട് അവിടുത്തെ പ്രക്ഷോഭം അതിശക്തമാകും, തമ്മിത്തല്ലി ഇവർ ചാകും. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. എന്നാൽ അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഒരു ആക്രമണം നടത്തിയാൽ ഇറാൻ ഏതാണ്ട് സമ്പൂർണ്ണമായി പരാജയപ്പെടും. എത്ര വലിയ വാചകങ്ങളായിരുന്നു ഇവിടെ നടന്നത്. എന്നാൽ ഇവിടുത്തെ സംഭവം ടെഹ്റാനിൽ നിന്ന് ആരംഭിച്ച ഈ പ്രക്ഷോഭത്തിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് രാജ്യത്തെ ഇൻ്റർനെറ്റ് സംവിധാനം മുഴുവൻ വിച്ഛേദിച്ചു. 2, അവിടുത്തെ ഇലക്ട്രിസിറ്റി മുഴുവൻ വിച്ഛേദിച്ചു. അപ്പോൾ ഇൻ്റർനെറ്റ് സംവിധാനമില്ല, ഇലക്ട്രിസിറ്റി ഇല്ല, സുരക്ഷാ ഉദ്യോഗസ്ഥന്മാർ പിന്മാറുന്നു,
ആകാശത്ത് നിന്ന് സാറ്റലൈറ്റ് എന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രധാനമായിട്ടും നമുക്ക് ലഭിക്കുന്നത്. ഇറാൻ്റെ കാര്യം കട്ട പുകയായി നശിച്ച് തകർന്ന് തരിപ്പണമായി. എന്താണ് കാരണമെന്ന് ചോദിച്ചാൽ ഇവർ ചെയ്യുന്ന ഈ ദുഷ്ടതയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. ഒരു രാജ്യവും ഇത്രയും അടിമത്തത്തിൽ തങ്ങളുടെ ജനങ്ങളെ, ആ രാജ്യത്ത് താമസിക്കുന്ന ജനങ്ങളെ അടിച്ചമർത്തി മുമ്പോട്ട് പോയാൽ ഇതാണ് ഓരോ രാജ്യത്തിനും സംഭവിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു യാഥാർത്ഥ്യം തിരിച്ചറിയണം. അപ്പോൾ ഇറാൻ അവകാശപ്പെട്ടത് റഷ്യ ഞങ്ങളുടെ കൂടെയുണ്ട്, കൊറിയ ഞങ്ങളുടെ കൂടെയുണ്ട്, ചൈന ഞങ്ങളുടെ കൂടെയുണ്ട്. ഇപ്പോൾ ഒരു രാജ്യവുമില്ല, റഷ്യയില്ല. റഷ്യ വർഷങ്ങളായി ഉക്രൈനുമായി യുദ്ധത്തിലാണ്. ഇതുവരെയും റഷ്യയ്ക്ക് ഉക്രൈനെ ജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. ആ ഒരു സാഹചര്യത്തിൽ റഷ്യയുടെ നല്ലൊരു ശതമാനവും ആയുധങ്ങൾ തീർന്നു, മിസൈലുകൾ, ബോംബുകൾ തീർന്നു. റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധത്തിൽ റഷ്യയ്ക്ക് ഒരുപാട് നാശങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ഒരു യുദ്ധം നേരിടാനുള്ള ഒരു ചങ്കൂറ്റം, ഒരു കഴിവ്, അമേരിക്ക പോലുള്ള രാജ്യത്തോട് യുദ്ധം നേരിടാനുള്ളൊരു കഴിവ് ഇന്ന് റഷ്യയ്ക്ക് ഇല്ലാത്തൊരു സാഹചര്യത്തിലേക്ക് വന്നു. പിന്നെ ചൈന, നമുക്കറിയാം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഒരു പ്രക്ഷോഭം നടന്നപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യ പാകിസ്ഥാനിൽ നടത്തി. ചൈനയുടെ സാധനങ്ങളായിരുന്നു ഇവരുടെ കയ്യിലുണ്ടായിരുന്നത്. ആ സാധനങ്ങളെല്ലാം തന്നെ വെറും ഓലപ്പടക്കങ്ങൾ പോലെ ആയിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ചൈനയുടെ സാധനം ഇവിടെ മേടിക്കുന്ന പോലെയുള്ള സാധനങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ചൈനയുടെ ഈ ആയുധ ശേഖരങ്ങൾക്ക് ഈ പറയുന്ന കഴിവുകളോ കപ്പാസിറ്റി ഇല്ല എന്നുള്ളത് തിരിച്ചറിഞ്ഞത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുണ്ടായ പ്രശ്നവുമായി ബന്ധപ്പെട്ടാണ്. പിന്നെ കൊറിയ. അപ്പോൾ ഈ രാജ്യങ്ങളെല്ലാം ഇതുണ്ട്. ഇപ്പോൾ തുർക്കി ഇപ്പോൾ ഇറാനെ സപ്പോർട്ട് ചെയ്യും എന്നൊക്കെ പറഞ്ഞു. ഒരു രാജ്യവും സപ്പോർട്ട് ചെയ്യില്ല. അമേരിക്ക എന്ന രാജ്യത്തിൻ്റെ സൂപ്പർ പവർ, അതോടുകൂടി ഇസ്രായേൽ ചേരുമ്പോൾ, അമേരിക്കയും ഇസ്രായേലും കൂടെ ഒന്നിച്ച് ചേരുമ്പോൾ ഒരു സൂപ്പർ പവറായി. പിന്നെ ജർമ്മനിയും ഇറ്റലിയും ഫ്രാൻസും മറ്റ് രാജ്യങ്ങളൊക്കെ കൂടെയുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു സൂപ്പർ പവറായി നിൽക്കുമ്പോൾ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്നത് അമേരിക്കയും അതുപോലെ ബ്രിട്ടനും ഇസ്രായേലും കൂടെ ചേർന്നുള്ള ഒരു സംയുക്ത ഓപ്പറേഷനാണ് പ്ലാൻ ചെയ്യുന്നത് എന്നുള്ളതാണ് ലേറ്റസ്റ്റ് ആയിട്ട് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ ഇറാൻ്റെ വെടിക്കെട്ട് ഏതാണ്ട് തീരുമാനമായി. അപ്പോൾ ഇത് പറയാൻ വന്ന ഇത്രേ ഉള്ളൂ. ഏതൊരു രാജ്യമാണെങ്കിലും ആ രാജ്യത്തിൻ്റെ നിയമങ്ങൾക്കും ആ രാജ്യത്തിൻ്റെ നിലനിൽപ്പിനും വിരുദ്ധമായി പ്രവർത്തിച്ചാൽ ഇതായിരിക്കും ഗതി. നമുക്കറിയാം വെനിസ്വലിൻ പ്രസിഡൻറ്റിനെ പിടിച്ചുകൊണ്ട് പോന്നു. വലിയ പ്രക്ഷോഭങ്ങളാണ് ഇവിടെ നടക്കുന്നത് കേരളത്തിലൊക്കെ. എന്നാൽ മയക്കുമരുന്ന് കയറ്റി അയക്കലും അതോടൊപ്പം തന്നെ ഇസ്ലാമിക് മത തീവ്രവാദത്തെ സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ലോകത്തിൽ ഏറ്റവും അധികം എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം, അവിടുന്ന് ലഭിക്കുന്ന പണം അത് ഇസ്ലാമിക് മത തീവ്രവാദത്തിന് വേണ്ടി അമേരിക്കയെ എതിർക്കാനും ഇസ്രായേലിനെ എതിർക്കാനും അവർ ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഇത് മുൻ പ്ലാൻ ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കിയാണ് അമേരിക്ക ഇദ്ദേഹത്തെ പിടിച്ചുകൊണ്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഏതൊരു രാജ്യമായാലും ജനങ്ങളെ അടിച്ചമർത്താം, സ്ത്രീകളെ ഭോഗവസ്തുവാക്കി മാത്രം മാറ്റാം എന്ന് ചിന്തിച്ചാൽ ഏതൊരു രാജ്യത്തിൻ്റെയും ഗതി ഇത് തന്നെയായിരിക്കും. എന്തായാലും ഇറാൻ എന്ന് പറയുന്ന രാജ്യം തകർന്ന് തരിപ്പണമാകേണ്ടത് ലോകത്തിൻ്റെ ആവശ്യമാണ്. കാരണം ഇതുപോലെ മതഭീകര രാഷ്ട്രം, ഇതുപോലെ ഓരോ മതഭീകര രാഷ്ട്രവും തകർന്നെങ്കിൽ മാത്രമേ ജനാധിപത്യം പുലരുകയുള്ളൂ. ഇറാനിലെ ജനങ്ങൾക്ക് വിവരം വെച്ചിരിക്കുന്നു, അവർക്ക് ബുദ്ധി ഉദിച്ചിരിക്കുന്നു. ആയത്തുള്ള ഖമേനി എന്ന ഈ മതഭ്രാന്തൻ തീവ്രവാദിയെ, ഈ ഇസ്ലാമിക് മത തീവ്രവാദിയെ, ഖുമേനി എന്ന ഈ ഇസ്ലാമിക് മത തീവ്രവാദിയെ ആ രാജ്യത്തുനിന്ന് പുറത്താക്കുകയോ അദ്ദേഹത്തേക്ക് വധിക്കുകയോ ചെയ്തില്ലെങ്കിൽ ഇറാൻ എന്ന രാജ്യം അസ്തമിക്കും എന്നുള്ളൊരു ബോധ്യം ഇറാൻ ജനതയ്ക്കുണ്ടായി. അതാണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പ്രക്ഷോഭത്തിൻ്റെ കാരണങ്ങൾ. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം അമേരിക്ക ഇറാനെ ആക്രമിക്കുമോ, ഇറാൻ്റെ ഗതി എന്തായിത്തീരും എന്നുള്ളത്. ഈ പ്രക്ഷോഭം ഈ രീതിയിൽ തുടർന്നാൽ ഇറാനിൽ അതിരൂക്ഷമായ സാമ്പത്തിക മാന്ദ്യവും അതോടൊപ്പം തന്നെ ഭക്ഷ്യദാരിദ്ര്യവും അതുപോലെ ഒരുപാട് പട്ടിണി മരണങ്ങളും പല പ്രശ്നങ്ങളും അവിടെ
ഉണ്ടാകും. ലോകരാഷ്ട്രങ്ങളെല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇറാൻ അസ്തമിക്കുന്നു, ഇറാൻ പതനത്തിലേക്ക് നീങ്ങുന്നു എന്നുള്ള വലിയ വാർത്ത നമ്മളെ എല്ലാവരും ഞെട്ടിപ്പിക്കുന്നതാണ്. ഇതാണ് ഓരോ മതരാഷ്ട്രങ്ങളുടെയും അന്ത്യം എന്നുള്ളത് ഇറാൻ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഒരു വലിയ പാഠമാണ്.